പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായി നമഃ. ഞാൻ ഷെറിൻ, പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലോ ഏത് മീഡിയ എടുത്തു നോക്കിയാലും, ടി വി ആണെങ്കിലും പത്രങ്ങളായാലും എല്ലാത്തിലും ഒരേ ന്യൂസ് തന്നെയാണ്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ന്യൂസുകളാണ് വരുന്നത്. അതിന് അതിൻ്റേതായൊരു ചിട്ടവട്ടങ്ങളും അതിലാരൊക്കെയാണോ അതിൽ മിസ്റ്റേക്ക് ചെയ്തിട്ടുള്ളത് എല്ലാത്തിനും കൃത്യമായിട്ട് നിയമം സ്വീകരിച്ചു പോകുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് അതിൻ്റെ നല്ല രീതിയിൽ തന്നെ അതിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരു സിനിമാ മേഖലയുമായിട്ട് ഈ കലാരംഗവുമായിട്ടേക്കും ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് ആൾക്കാരുമായിട്ട് ഒരു പടത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടേക്കും എനിക്ക് അതിൻ്റെ ഭാഗമാവാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ മേഖല എന്ന് പറയുന്നത് വളരെ വലിയൊരു മേഖലയാണ്. ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് പേരുടെ ലൈഫിനെ തന്നെ ഡ്രീം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും വളരെ വലിയ സക്സസ്ഫുള്ളായിട്ട് ലോകം മുഴുവൻ നമ്മുടെ കേരളത്തെ എത്തിക്കാനും ലോകം മുഴുവൻ ഏറ്റവും നല്ല കലാകാരന്മാരെ സൃഷ്ടിക്കാനും എല്ലാ തരത്തിലുള്ള ടെക്നീഷ്യൻസിനെയും സൃഷ്ടിച്ചിട്ടുള്ളൊരു മേഖലയാണ്. അപ്പോൾ ഈ മേഖല മോശമായ രീതിയിലുള്ള ആൾക്കാരുടെ ചിന്താഗതിയും ഓരോ ദുരന്തമുണ്ടാവുമ്പോഴും ആ ദുരന്തത്തെ വളരെ സന്തോഷത്തോടു കൂടി അവനത് പറ്റി അല്ലെങ്കിൽ ഇവനിത് പറ്റി എന്ന് അല്ലെങ്കിൽ അവൾക്കത് പറ്റി അവളുടെ അപ്പോൾ ഇരയായും അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടവളും എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ഒരുപാട് ആൾക്കാർ എല്ലാവരും ഇത് എൻജോയ് ചെയ്യുന്നൊരു മാനസികാവസ്ഥ കാണുമ്പോൾ വളരെയധികം ദുഃഖം തോന്നുന്നു. എപ്പോഴും തകർച്ചകൾ ആഘോഷിക്കുന്ന ഒരു മനോഭാവം മൊത്തത്തിൽ എല്ലാവിടെയും ഉണ്ട്. ഞാൻ പറയുന്നത് ആ മാനസികാവസ്ഥ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ജീവിതത്തിൽ വിജയിക്കാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾക്കും ഇതുപോലെയുള്ള നമ്മൾ ബിസിനസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ജോലിയിലോ നമ്മുടെ കുടുംബ ജീവിതത്തിലോ പേഴ്സണൽ ലൈഫിലോ ഉള്ള ഒരുപാട് തകർച്ചകൾ ഉണ്ടാവും. അതിനെ മറ്റുള്ളവർ എൻജോയ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനില്ലാത്തൊരവസ്ഥ വരുന്നതും നമ്മൾ ഒറ്റപ്പെടുന്നതും നമ്മൾ വളരെയധികം ക്രൂശിക്കപ്പെടുന്നതും നമ്മൾ മാനസികമായിട്ടുള്ള വലിയൊരു ദുഃഖത്തിൻ്റെ ഭാഗമായി വന്ന് സൂയിസൈഡുകൾ സംഭവിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ മെയിനായിട്ട് അതിനെ പോയിന്റ് ചെയ്യുന്നത്. ഇതിനൊക്കെ കൃത്യമായ ആരാണോ ബാധിക്കപ്പെട്ടുള്ള അതിന് നിയമം കൊണ്ടുവന്ന് അതിനനുസൃതമായ കാര്യങ്ങൾ ചെയ്യുക. ഇതിൽ പിന്നിലൊരു മീഡിയ നിൽക്കുന്നത് ഇങ്ങനെയുള്ള ഇമോഷൻസുകളെ വെച്ച് അവർ റേറ്റിംഗ് ഉണ്ടാക്കി ഒരു പണമുണ്ടാക്കുക എന്ന് പറയുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദുരന്ത കഥകൾ വിറ്റ് ആവുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഇതിൽ കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ദുരന്തങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കരമായ ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. അവനത് പറ്റി അല്ലെങ്കിൽ അവൾക്ക് ഇത് പറ്റി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തിയും കൂടി അതിൽ പെട്ടിരുന്നെങ്കിൽ നന്നായി എന്നൊക്കെ പറയുന്നൊരവസ്ഥ. ഞാൻ പറയണ ആ ഒരു തോട്ട് പ്രോസസ്സ് നമ്മൾ 100% മാറ്റേണ്ടതായിട്ടുള്ള കാലം കഴിഞ്ഞു. പ്രശ്നങ്ങളുണ്ടാവും, പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും, അതിന് വേണ്ട നിയമങ്ങളുണ്ട്, പോലീസുണ്ട്, സംവിധാനങ്ങളുണ്ട്. അത് ആ വഴിക്ക് പോട്ടെ. മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ ഒരിക്കലും പാടില്ലാത്തത് തന്നെയാണ്. അപ്പം നമ്മളും പറഞ്ഞറിയിക്കാതെ തന്നെ അവർ കുറ്റം ആരോപിക്കപ്പെട്ടവരാണോ അല്ലെങ്കിൽ കുറ്റം ചെയ്തവരാണോ എന്നറിയുന്നതിന് മുമ്പ് തന്നെ വളരെ ശക്തമായിട്ട് മാനസികവും ശാരീരികവും ആ കണ്ണിലൂടെ അവരെ നോക്കിക്കാണുമ്പോഴുണ്ടാകുന്ന തരത്തിലുള്ള പീഡനങ്ങൾ അതൊരു പീഡനമാണ്. അപ്പം അങ്ങനെയുള്ള പീഡനങ്ങൾ ചെയ്യാതിരിക്കാൻ നമ്മളൊക്കെ ഒരുപാട് അനുഭവിച്ചാൽ ഓരോ വ്യക്തി അനുഭവിച്ചാണ്. ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകൾ ചിലപ്പോൾ മീഡിയയിലൊന്നും വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ആൾക്കാർ നമ്മളെ സെൻറ്റർ ചെയ്ത് വളരെ മോശമായിട്ട് പറയുമ്പോൾ ആ ഒരു ദുഃഖം നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഓരോ സാധാരണക്കാരും. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ പറയുന്നത്, നമ്മൾ അതിൽ നിന്നൊക്കെയും വിട്ട് മാറുക. ഒരൊറ്റ ജീവിതമുള്ളൂ, സന്തോഷിക്കുക പരമാവധി. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കേൾക്കുമ്പോൾ സന്തോഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും കേൾക്കുമ്പോൾ വേറൊരാൾ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നമുക്കതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. അപ്പം നമ്മളൊരു ശക്തിയുള്ള ഒരാളായിട്ട് മാറണമെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളോ കുറവുകളോ എന്തു വേണേലും ആവട്ടെ, അത് നൺ ഓഫ് മൈ ബിസിനസ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, എൻ്റെ സമയം വളരെ വിലപ്പെട്ടതാണെന്നുള്ള മാനസികാവസ്ഥയിൽ വളരെ ശക്തമായിട്ട് നമ്മുടെ പ്രവർത്തന മേഖലകളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക.
നമ്മൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമ്മൾക്ക് എങ്ങനെ വളരാൻ പറ്റും, നമ്മൾക്ക് ഒപ്പം ഒരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, നാളെ അവരുടെ ഫീസ് എങ്ങനെ അടയ്ക്കും, നാളെ അവർക്ക് വേണ്ടി എങ്ങനെ സമ്പാദിക്കും, നാളെ എങ്ങനെ നമ്മളുടെ ജീവിതം, നമ്മുടെ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യും എന്നതിനെ കുറിച്ച് കൂടുതൽ നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയുള്ള തോട്ട് പ്രോസസ്സുകൾ മാത്രം ചെയ്യുക. ഇങ്ങനെയുള്ള പല മീഡിയാസും നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുമ്പോൾ അത്രയും നെഗറ്റിവിറ്റി നമ്മുടെ ഈ പറയുന്ന ബ്രെയിനിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ റിമൂവ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും നല്ല ഒരു പോസിറ്റീവ് ലൈഫ് ഉണ്ടാവാൻ, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു തലമുറ ഉണ്ടാവട്ടെ. എന്ത് പ്രശ്നം വേണമെങ്കിൽ വന്നോട്ടെ, ആ പ്രശ്നങ്ങൾക്ക് കൃത്യമായിട്ട് പ്രവർത്തനങ്ങളും കൃത്യമായി ചെയ്യുന്ന നിയമ സംവിധാനങ്ങളും നമ്മുടെ ഇന്ത്യക്കും കേരളത്തിനുമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അത് അവർക്ക് വിട്ടുകൊടുത്ത് സ്വന്തമായി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അതുമായി മുന്നോട്ട് പോവുക. നിങ്ങൾ വിജയിക്കുക. നിങ്ങൾ വിജയിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ തീരുള്ളൂ, നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഈ പറയുന്ന മീഡിയയും ഇതെല്ലാം ചെയ്യുന്നത് 1, 2, 3, 4, 5 ദിവസം ഇതിനെക്കുറിച്ച് സംസാരിക്കും, പിന്നെ വേറൊരു ന്യൂസുമായിട്ട് അത് അവർ മുന്നോട്ട് പോകും. അപ്പോൾ ഏത് മേഖല എടുത്താലും നിങ്ങൾക്ക് നോക്കേണ്ടത് നിങ്ങൾ വിജയിക്കാൻ എന്ത് ചെയ്തു ഓരോ ദിവസം എന്നുള്ളതാണ്. അങ്ങനെ വിജയിക്കുന്നവരായി മാറട്ടെ. എല്ലാവർക്കും വലിയൊരു വിജയം ഉണ്ടാവട്ടെ. പൊയ്യാറമഠത്തിലെ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും അതിനുള്ള ബുദ്ധിയും ശക്തിയും നൽകി എന്നും കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു.